ആശ്രയമരുളും അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ശുശ്രൂഷയായ ഡിവൈൻ ബ്ലെസ്സിങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഓരോ ആഴ്ചയും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വർഷിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണ്. കർത്താവിൻ്റെ കരുണയിലേക്ക്, സ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും ഈശോ പ്രത്യേകമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അനേക ലക്ഷങ്ങൾ ഈ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം ഓർത്ത് നന്ദി പറയാം. അതുപോലെ തന്നെ കർത്താവിൽ പ്രത്യാശ വെച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കണം, വചനം സ്വീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ, വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. കർത്താവിൻ്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവിൻ, പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അപ്പോൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കണം, വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. കർത്താവിനെ നോക്കുന്നവർക്ക് വഴി തെറ്റൂല. വീഴാതിരിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവിലേക്ക് നോക്കണം. കർത്താവിൽ നിന്ന് സ്വീകരിച്ച വചനം നമ്മുടെ ജീവിതത്തിനൊരു വെളിച്ചമായി നമ്മെ നയിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരിക്കലും ഇതിനൊന്നും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. എല്ലായ്പ്പോഴും കർത്താവിൻ്റെ വാഗ്ദാനത്തിന് പ്രതിഫലം ഉണ്ടാവും. നമ്മൾ സ്വീകരിച്ച വചനമെല്ലാം, സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങളെല്ലാം, സ്വീകരിക്കുവാനിരിക്കുന്ന വചനങ്ങളെല്ലാം അനുഗ്രഹങ്ങളായി തീരട്ടെ. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വലിയൊരു സന്തോഷവും സമാധാനവും നൽകുന്നതായി തീരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകമായി ഈശോയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Divine, divine, divine blessing. Divine, divine, divine. ഒരു ആൺകുട്ടി ഈ ഭൂമിയിലേക്ക് പിറന്നാൽ നമ്മുടെ തലയുടെ ഇടതും വലതും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോർപ്പസ് കൊളോസം എന്ന് പറഞ്ഞ ടണൽ അങ്ങ് ചുരുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് പുരുഷന്മാരുടെ തലയുടെ ഇടതും വലതും തമ്മിലുള്ള കണക്ഷൻ വളരെ കുറവാണ്, പരിസരമാണ്. എന്നാൽ ഒരു പെൺകുട്ടിയാണ് ഈ ഭൂമിയിലേക്ക് പിറക്കുന്നതെങ്കിൽ അവരുടെ തലയുടെ ഇടതും വലതും തമ്മിൽ ധാരാളം കണക്ഷനുണ്ട്. അതുകൊണ്ട് ഒരു പുരുഷൻ ഒരു പ്രശ്നത്തെ സമീപിക്കുന്ന രീതിയും ഒരു സ്ത്രീ ഒരു പ്രശ്നത്തെ സമീപിക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിൽ
ആ വീട്ടിലെ പ്രശ്നം അങ്ങോട്ട് തൽക്കാലം മറന്നിട്ട് അവർക്ക് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും, ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ ഒന്ന് മറന്നിട്ട് മറ്റൊന്നിൽ ശ്രദ്ധിക്കാൻ പറ്റുക. കാരണം തലയുടെ ഈ കണക്ഷൻ അവർക്ക് കുറവായതുകൊണ്ട്. ഹല്ലേലൂയ. അങ്ങനെ പല പുരുഷന്മാരും ചെയ്യുന്നത്. ഒരു ജോലിയിൽ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ ക്ലബ്ബുകളിലൊക്കെ പോയിരുന്ന് അവിടെ വർത്തമാനം പറഞ്ഞ് മറന്ന് അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ 2 ദിവസം വീട്ടിൽ നിന്ന് പോയി മാറി നിൽക്കുന്നു. അങ്ങനെ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ആ വീട്ടിലെ പ്രശ്നം അവർക്കങ്ങ് മറക്കാൻ പറ്റും. എന്നാൽ ഇതൊരിക്കലും സ്ത്രീകൾക്ക് സാധിക്കില്ല. അവർക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയതുകൊണ്ടോ അങ്ങോട്ട് മാറിയതുകൊണ്ടോ പ്രയോജനമില്ല. അവർ പിന്നെ എങ്ങനെയാണ് അവരുടെ ടെൻഷൻ കൈകാര്യം ചെയ്യുന്നത്? അവരുടെ ടെൻഷൻ കൈകാര്യം ചെയ്യുവാൻ അവർക്ക് ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ. അവരെ മനസ്സിലാക്കുന്ന വ്യക്തികളോട് ഷെയർ ചെയ്യുക. ഷെയറിങ്ങിലൂടെയാണ് ഒരു സ്ത്രീ തൻ്റെ മാനസിക ആരോഗ്യം, മെൻ്റൽ ഹെൽത്ത് നിലനിർത്തുന്നത്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞ വചനവും എലിസബത്ത് പറഞ്ഞ വചനവും രണ്ടും ദൈവവചനമാണ്. അത് കൂട്ടിച്ചേർത്താണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന നമസ്കാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന നമസ്കാരം ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന്, അത് ദൈവവചനമായതുകൊണ്ട് നമ്മെ ചുറ്റി വളയം ചെയ്യുന്ന, നമ്മെ ശല്യപ്പെടുത്തുന്ന പൈശാചിക പീഡകൾ വിട്ടുപോകും. ഹല്ലേലൂയ. അതിന് മനസ്സിലാക്കാൻ ഈ വചനം മനസ്സിലായാൽ മതി. മത്തായി 8:16-17 എഴുതിയെടുക്കേണ്ടവർ എഴുതിയെടുത്തോളുക. മത്തായി 8:16-17 അവൻ വചനം കൊണ്ട് അനേകം പിശാച് ബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു, യേശുവിൻ്റെ അടുത്ത്. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. ബൈബിളിലെ എഴുതപ്പെട്ട വചനം നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മെ ചുറ്റി വളയുന്ന, നമ്മെ ശല്യപ്പെടുത്തുന്ന പൈശാചിക പീഡ വചനശക്തിയാൽ നിർവീര്യമാകും. എന്ന് മാത്രമല്ല, വചനം നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ. എൻ്റെ പേര് മാത്യു എന്നാണ്. ഞാൻ കണ്ണൂരാണ്, ആലക്കോട്. ഞാനിവിടെ ധ്യാനത്തിന് വരുമ്പോൾ എൻ്റെ തലയ്ക്ക് ഒരു ഇട സൈഡിൽ ഭയങ്കര വേദനയുണ്ടായിരുന്നു. തലവേദനയായിട്ട് നേരെ കുറച്ച് നാളായി ആരംഭിച്ച ചെവിക്ക് വേദന, തലയ്ക്കകത്തൊരു വേദനയുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ നായിക്കമ്പറമ്പിൽ അച്ഛൻ്റെ ആ പ്രാർത്ഥനയിൽ എനിക്ക് നല്ലൊരു ശാന്തി, ആ വേദന അങ്ങോട്ട് മാറിക്കിട്ടി. ഒരു അത്ഭുതം പോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന് നന്ദി പറയാണ്. പ്രത്യേക അച്ഛനും ഈ ഡിവൈൻ ധ്യാന സെൻ്ററിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സൗഖ്യങ്ങൾ പ്രാപിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിവാഹത്തിൻ്റെ വർഷം ഓർമ്മയുണ്ടോ? ഭർത്താവിൻ്റെ പേര് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഈ വിവാഹം കഴിച്ച നാൾ മുതൽ എന്തെങ്കിലും നിന്റെ ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഭർത്താവിനോട്, ചേട്ടാ എന്നെന്തോരം സ്നേഹിക്കണത്, എന്നെ സ്നേഹിച്ചത് മതി, എന്നെന്തോരം സ്നേഹിക്കണത്, എന്നെ സ്നേഹിച്ചത് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യമാരാരെങ്കിലും ഉണ്ടെന്ന് കൈയുയർത്തിക്കേ. എന്നെ സ്നേഹിച്ചത് മതി. ഇതേ ഭർത്താക്കന്മാരെല്ലാം അങ്ങോട്ട് നോക്കണേ. ഏതെങ്കിലും ആരും കൈ ഉയർത്തുന്നില്ല. കൈ ഉയർത്താത്തതിൻ്റെ കാരണം ഭർത്താക്കന്മാർ സ്നേഹിക്കാത്തതുകൊണ്ടാണോ? പറ, നിങ്ങൾ ആണോ? അല്ല. ഭർത്താവിൻ്റെ സ്നേഹം എന്തോരം കിട്ടിയാലും ഭാര്യയുടെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ ആഗ്രഹം വിട്ടുപോകരുത്. സ്നേഹിക്കപ്പെടുക എന്നുള്ള ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെ ഭർത്താവിന് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാര്യ കൈ ഉയർത്തി പറയേണ്ടതായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവിനോട് എന്നെ സ്നേഹിച്ചത് മതിയെന്ന്. ആരുമില്ല.
അപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം കൊണ്ട് ഭാര്യയുടെ മനസ്സിനെ നിറയ്ക്കാൻ പറ്റിയല്ല. ഹല്ലേലൂയാ. ഇനി ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാരൊന്ന് കയ്യുയർത്തിക്ക്. നിങ്ങളുടെ ഭാര്യയുടെ പേര് അറിയാലോ, വിവാഹം കഴിച്ച വർഷം അറിയാലോ. അതെ, അന്ന് മുതൽ ഇന്ന് വരെ ധ്യാനത്തിന് വരുന്നവരെ എന്തെങ്കിലും നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പേര് വിളിച്ചിട്ട്, എടി നീ എന്തോരം എന്നെ സ്നേഹിക്കുന്നത്, എന്നെ സ്നേഹിച്ചത് മതി എന്ന് പറഞ്ഞിട്ടുള്ള ഭർത്താക്കന്മാരാരെങ്കിലും ഒന്ന് കയ്യുയർത്തിക്ക്. എനിക്ക് ഉറപ്പാ കയ്യുയർത്താൻ ആരും ഉണ്ടായാലെന്ന്. എന്താ കാണുന്നറിയോ? ഇതുവരെ ഒരു ഭാര്യയും ആ സ്നേഹം കൊണ്ട് ഭർത്താവിൻ്റെ മനസ്സിനെ നിറച്ചതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഭാര്യ സ്നേഹിക്കാത്തതുകൊണ്ടാണോ? അല്ല. ഭാര്യയുടെ സ്നേഹം എന്തോരം കിട്ടിയാലും ഭർത്താവിൻ്റെ മനസ്സ് നിറയേല. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെയും നിങ്ങളുടെയും മനസ്സ് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമേ നിറയ്ക്കാൻ പറ്റുള്ളൂ. എൻ്റെ പേര് ജോമോൾ. ഞാൻ വടക്കാഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ ധ്യാനത്തിന് വന്നത്. ധ്യാനം എനിക്ക് പൊതുവേ താല്പര്യമാണെങ്കിലും എനിക്ക് സാഹചര്യങ്ങൾ വളരെ കുറവായിരുന്നു. പക്ഷേ ഈ ഒരു ധ്യാനത്തിൽ വന്നിട്ട് ആത്മീയമായിട്ടാണെങ്കിലും എന്താണെങ്കിലും ഈശോ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ മക്കൾക്കും തന്നിട്ടുണ്ട്. വിശ്വാസത്തിൽ ജീവിക്കാൻ ഇത് ഒരുപാട് എനിക്ക് പ്രയോജനം ചെയ്യും. യേശുവിന് നന്ദി. പലരും ചോദിക്കും, എന്തിനാ കുമ്പസാരിക്കുന്നത്? വൈദികൻ്റെ അടുക്കൽ പോയി കുമ്പസാരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്നേക്കാൾ വലിയ പാപിയാണല്ലോ വൈദികൻ. അറിഞ്ഞിരിക്കുക, നീ ആദ്യം ചെയ്യേണ്ട കാര്യം ഞാനൊരു പാപിയെന്ന് അംഗീകരിക്കുക. അപ്പോൾ ഇങ്ങനെ അധികാരപ്പെടുത്തിയ വൈദികർ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ വൈദികളിലേക്ക് നോക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് ഊറാറയിലേക്ക്, സ്റ്റോളിലേക്ക്. ഇത് യേശുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പറയും, കുമ്പസാരം കേൾക്കുമ്പോൾ ഇത് ധരിച്ചിരിക്കണം. ഒരു എമർജൻസി കേസ് എവിടെയെങ്കിലും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അത് എക്സെപ്ഷനാണ്. അല്ലാതെ കുമ്പസാരക്കൂട്ടിലിരിക്കുമ്പോൾ ഇത് ധരിക്കണം. ഇനി കുമ്പസാരിക്കാൻ പോകുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും ആത്മപരിശോധന ചെയ്യുക. എന്നിട്ട് ആത്മപരിശോധന, ഞാൻ എന്നാണ് കുമ്പസാരിച്ചത്? അന്ന് വൈദ്യം കൽപ്പിച്ച പ്രായശ്ചിത്തം നിറവേറ്റുക. ചിന്തിക്കുക. കുമ്പസാരിക്കാൻ ചെന്ന് മുട്ടുകുത്തിട്ട് പറയുക, പാപിയായി എന്നിൽ കനിയണമേ. പറയൂ നിങ്ങൾ. കാരണം നിങ്ങൾ വലിയൊരു അപേക്ഷയുമായിട്ട് ചെല്ലുക, പാപിയായി എന്നിൽ കനിയണമേ. എന്നിട്ട് പറയുക, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? കൃത്യം ടൈമൊന്നും പറയണ്ടേ. ഇത്ര വർഷമായി, ഇത്ര മാസമായി, ഇത്ര ദിവസം, അത്രയും മതി. അന്ന് വൈദ്യം കൽപ്പിച്ച പ്രാവശ്യം നിറവേറ്റിയോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. അടുത്തത് പറയണം. അന്നത്തെ നേർച്ച കടങ്ങൾ നിറവേറ്റാതെ കിടപ്പുണ്ടെങ്കിൽ അത് പറയണം. ചില നേർച്ച കടങ്ങൾ മരണം വരെ നീട്ടിക്കൊടുത്തത് മരിക്കുന്ന നേർച്ച കടത്തോടെയാണ്. നേർച്ച നേരത്തുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ഇത് ഉടമ്പടിയാണ്, നിറവേറ്റിയിരിക്കണം. എന്നിട്ട് നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താനാണ് പറഞ്ഞത്. അല്ലാതെ പേരും അഡ്രസ്സും പറയാനല്ല. ഒരു വൈദികനടുത്ത് കുമ്പസാരക്കുട്ടി പേര് പറയണ്ട. ഒരു വൈദികനടുത്ത് കുമ്പസാരക്കുട്ടി നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കണ്ട, ഫോൺ നമ്പറും കൊടുക്കണ്ട, ചോദിച്ചാലും കൊടുക്കണ്ട. അച്ഛൻ പറഞ്ഞെന്നങ്ങ് പറഞ്ഞേക്ക്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ജീവിതാന്തസ്സ് വെളിപ്പെടുത്താൻ പറ്റും. ഞാൻ കുമ്പസാരിക്കുന്നത് എങ്ങനെയാണ്? ഞാനൊരു വൈദികനാണ്, ധ്യാനഗുരുവാണ്. അത്രയും കൂടെ ഞാൻ പറയും. കാരണം ഒരു ധ്യാനഗുരുവിന് കിട്ടേണ്ട ഉപദേശം എനിക്ക് തരണ്ടേ. അല്ലാതെ ഒരു അപ്പന് കൊടുക്കേണ്ട ഉപദേശം എനിക്ക് തന്നിട്ട് കാര്യമാണ്, ഒരു ഭർത്താവിന് കൊടുക്കേണ്ട ഉപദേശം എനിക്ക് തന്നിട്ട്. അപ്പം നിങ്ങളുടെ ജീവിതാന്തസ്ത് പറയുക, വിവാഹിതനാണ്, അപ്പനാണ്, അമ്മയാണ്, അല്ലെങ്കിൽ ടീച്ചറാണ്, വക്കീലാണ്, ഡോക്ടറാണ്, എന്താണോ ജീവിതാന്തസ്ത് അത് പറയുക. നിങ്ങൾ പറയുമ്പോൾ പേര് മാത്രമല്ല, ഇത് വിവരിക്കൊന്നും വേണ്ട. ആരോട് ചേർന്ന് ചെയ്തു, എവിടെ ചെയ്തു, എങ്ങനെ, അതൊന്നും പറയണ്ട. ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ കട്ട, അങ്ങനെയൊക്കെ പറയുക. ശ്രദ്ധിച്ചേ, ഒരു വൈദികൻ്റെ വിശുദ്ധിയല്ല നിങ്ങൾക്ക് പാപക്ഷമ തരുന്നത്. അതാ പാപമോചന ആശീർവാദത്തിലുണ്ട്. അനുതപിച്ചു വരുന്ന പാപിയെ സ്നേഹിക്കുന്ന കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച്, കണ്ടോ, എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൽ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ പാപം മോചിക്കും. ഇപ്പം എൻ്റെ വിശുദ്ധിയല്ല,
അച്ഛൻ പറഞ്ഞ വൈദികനെ നോക്കണ്ടെന്ന്. അവസാനം ഒരു പ്രാർത്ഥനയിലൂടെ പറയും, സമാധാനത്തിൽ പോകുക, എന്നിട്ട് എഴുന്നേറ്റ് പോരാവും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51-ാം അധ്യായം 17-ാം തിരുവചനം. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറയെ ദുഃഖങ്ങളും വേദനകളും ആകുലതകളും അസ്വസ്ഥതകളുമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് എല്ലാവരും ആയിരിക്കുക. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരിൽ ശ്രദ്ധ വയ്ക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഉറപ്പില്ലാതെ വളരെയധികം ദുഃഖങ്ങളും വേദനകളുമായിട്ട് മനുഷ്യൻ മുമ്പോട്ട് പോവുകയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീരിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനകളുടെയും അവമാനത്തിൻ്റെയും ഒക്കെ അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുകയെങ്കിൽ ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആ ഉരുകിയ മനസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടകരമായിട്ടുള്ളത് എന്ന്. നിങ്ങൾ എന്നിലേക്ക് വരുവിൻ, നിങ്ങളുടെ ഈ ബലിയെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നുവെന്നും. ആകയാൽ ജീവിതത്തിൻ്റെ കഷ്ടതകളുടെ നടുവിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ബലി സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് കൊണ്ടുവന്ന വലിയ അനുഗ്രഹം, കൃപ നിങ്ങൾക്ക് സ്വീകരിക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ ടിൽഷി. ഞാൻ കളമശ്ശേരിയിലാണ് എൻ്റെ കോൺവെൻറ്റ്. ഇവിടുത്തെ ധ്യാനം വളരെ അത്ഭുതകരമാണ്. എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു, എല്ലാവർക്കും ഒരുപോലെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നു. ഞാനും ആ അനുഗ്രഹത്തിൽ പങ്കുകാരിയാണ്. വളരെ സന്തോഷവും മനസ്സമാധാനവുമുണ്ട് എനിക്ക് ധ്യാനം കൂടിയപ്പോൾ. Divine, divine, divine blessing. Divine, divine, divine. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജെറിൻ. ഞാനിവിടെ മുരിങ്ങൂരെന്ന് വരുന്നത്. അടുത്ത് തന്നെയാണ്. ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 10 വർഷം ധ്യാനം കൂടിയിട്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ധ്യാനം കൂടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നാണ് നല്ലൊരു ധ്യാനമായിട്ട് ഫീൽ ചെയ്തു. കുറേ നാൾക്ക് ശേഷം കൂടി കുമ്പസാരിക്കാനും പറ്റി, കുർബാനൊക്കെ സ്വീകരിക്കാൻ പറ്റി. അങ്ങനെ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് നല്ലൊരു ധ്യാനമായിരുന്നു. മൂന്നാമത്തെ ഭാഗം ലേശം കടുപ്പുള്ളതാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ചൊല്ലിയിട്ടുണ്ടാവും. ഞാൻ അപ്പോൾ വിചാരിക്കും, എൻ്റെ കർത്താവെ, ഇത് പണ്ടത്തെ സുറിയാനി ഭാഷയിലായിരുന്നെങ്കിൽ ഈ മെനക്കെട് ഉണ്ടാവില്ലായിരുന്നല്ലോ. സുറിയാനി ഭാഷയിലാണെങ്കിൽ നമുക്കറിയില്ല എന്താ ചെല്ലണേന്ന്. കാണാപ്പടം പഠിച്ച് നമ്മൾ ചെല്ലും, അവസാനം ഒരു വാക്ക് നമ്മൾ പറയും, ആമേൻ. പക്ഷെ അത് മലയാളത്തിലാക്കി പോകും. ചൊല്ലാന്നേ ഉള്ളൂ, ചെയ്യാൻ പറ്റില്ല. അമ്മേ 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 അമ്മേ, കുരിശിൽ നിന്നു ഞാനീ സ്വരം കേട്ടു, ഇതാണോ നിന്റെ അമ്മ. എൻ്റെ പേര് രമ. എനിക്ക് 2 കുട്ടികളുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ പേര് ചാൾസ്. എൻ്റെ കുടുംബത്തിലെ എല്ലാ വേദനകളെയും ദുഃഖങ്ങളും എല്ലാം കണ്ട് ഞാൻ ഇവിടെ ധ്യാനത്തിൽ വന്നത്. ഈ ധ്യാനം കഴിഞ്ഞ വർഷം വന്നു വെച്ച് പോയതോടുകൂടി എൻ്റെ കൊച്ചുമകൻ സൗഖ്യം നേടി. ആ മകൻ ഇന്ന് പൊന്നുപോലെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും
മറ്റുള്ള ദുർസ്വഭാവത്തിൽ നിന്നെല്ലാം മോചനം നേടി കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നു. കർത്താവേ സ്തോത്രം, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുപറ്റാറുണ്ടല്ലേ? എല്ലാ മനുഷ്യനും തെറ്റുപറ്റും. ഒത്തിരി കുറവുകളൊക്കെ ഉള്ളവരാണ് നമ്മൾ. പക്ഷെ തെറ്റ് പറ്റിയാലും നമ്മൾ പറയണത് എന്തുവാ? അവരങ്ങനെ ചെയ്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു, അവരങ്ങനെ കാണിച്ചത് കൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു, ആ സാഹചര്യം അത്ര സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയി അല്ലേ? നമ്മളെപ്പോഴും ഇങ്ങനെ പറയും. സത്യത്തിൽ അതൊന്നും അല്ല കാരണം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29 അതിലിങ്ങനെ ഒരു വചനമുണ്ട്: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് മൂലം എന്ത് ചെയ്തിരിക്കണു? തെറ്റ് പറ്റിയിരിക്കണം. എൻ്റെ പേര് റീന. ഞാൻ കൂടാൽപ്പാടെന്ന് പറഞ്ഞേ. ഞാൻ മനസ്സിൽ ഒത്തിരി ഭാരമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വരണം എന്ന് പെട്ടെന്നൊരു നിമിഷത്തിൽ എനിക്ക് തോന്നി. ഞാൻ വേഗം വന്നതാണ്. ഞാനും എൻ്റെ മക്കളും ഒരാഴ്ച ധ്യാനം കൂടാൻ വേണ്ടി വന്നു. എനിക്കിവിടെ വന്നേ പിന്നെ ഒത്തിരി ഉണർവുണ്ട്. എൻ്റെ മനസ്സിന് ഭയങ്കര ഒത്തിരി സന്തോഷമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോണേ. ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒത്തിരി ഹാപ്പിയായി ഞാൻ ഇവിടെ വന്നിട്ട്. പരിശുദ്ധാത്മാവാണ് നീതിയെ കുറിച്ച് പഠിപ്പിക്കുക. പരിശുദ്ധാത്മാവിന്റെ നീതിയുടെ ഒരു നിർവചനം റോമാലേഖന 8:1 എഴുതപ്പെട്ടിട്ടുണ്ട്. റോമാലേഖന 8:1 നമ്മൾ വായിക്കും: ആകയാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇപ്പോൾ ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിന്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ കായംകുളത്തു നിന്ന് വരികയാണ്. അപ്പോൾ മാനസികമായിട്ട് ഒരുപാട് തകർന്ന് ഞാൻ ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് ധ്യാനം ഒന്ന് കൂടണമെന്ന് തോന്നി. ഇവിടെ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഒരു 3rd ഡേ ആയപ്പോൾ മുതൽ തന്നെ ഒരുപാട് സന്തോഷം, മനസ്സിന് സമാധാനം ഒക്കെ ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. യേശുവിനോട് പത്രോസ് പറഞ്ഞില്ലേ, കർത്താവേ, ഇവിടെ ആയിരിക്കുന്നത് എത്ര നല്ലതാണ്. ഈ ദൈവ സാന്നിധ്യത്തിലായിരിക്കുന്നത് നമുക്കും എത്ര നല്ലതാണ്. അന്യദേശത്ത് 1000 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് കർത്താവിൻ്റെ സന്നിധിയിലെ ഒരു ദിവസം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. നമുക്ക് ഈശോയെ ഒന്ന് നോക്കാം. സങ്കീർത്തകൻ പറയുന്നു, അവനെ നോക്കിയവർ പ്രകാശിതരായി. യേശുവിനെ നമുക്ക് നോക്കാം. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഈ തിരുവോസ്തിയിൽ യേശു വസിക്കുന്നുവെന്ന്. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ആഴ്ചയിൽ നമ്മൾ കർത്താവിൻ്റെ തിരുമുമ്പിലായിരുന്ന് വചനം കേട്ട് വചനത്തിലൂടെ വലിയൊരു ദൈവീക ഇടപെടൽ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യേകമായിട്ടും സ്വീകരിക്കാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. നമ്മൾ
കർത്താവിൻ്റെ വചനം കേട്ട് ആ വചനത്താൽ നിറഞ്ഞ് ആത്മാവിൻ്റെ ശക്തി സ്വീകരിച്ച് ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള നാളുകളിൽ കർത്താവ് നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉറപ്പാണ് റോമാലേഖനം 8-31 വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പക്ഷത്ത്, നമ്മുടെ കൂടെ നമ്മെ നയിക്കാൻ, നമ്മെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് ഉയർച്ച നൽകാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഏതെല്ലാം വ്യക്തികൾ നമുക്കെതിരെ നിന്നാലും, ഏതെല്ലാം വിധത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിച്ചാലും, ഏതെല്ലാം വിധത്തിലുള്ള അവസ്ഥകൾ നമ്മളെ പല വിധത്തിൽ നൊമ്പരപ്പെടുത്തിയാലും, അവിടെയെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയാൽ എല്ലാ കാര്യങ്ങളും വിജയപ്രദമാക്കി തീർക്കാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടാകും. ഓർക്കുക, മനുഷ്യൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതും നയിക്കുന്നതും ബലപ്പെടുത്തുന്നതും എല്ലാം കർത്താവാണ്. ആ കർത്താവ് എൻ്റെ കൂടെയുണ്ടെന്നും ആ കർത്താവിനാൽ നയിക്കപ്പെടുന്ന എൻ്റെ ജീവിതം എന്നും വിജയത്തിലേക്കും ഉയർച്ചയിലേക്കും കർത്താവ് കൊണ്ടുവരുമെന്നും ഈ ബോധ്യത്തിൽ നമുക്കെന്നും ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ ജീവിത സാക്ഷ്യം, ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, പക്ഷെ അതെന്തുണ്ടായാലും അവിടെയൊക്കെ സന്തോഷിക്കുന്ന ജീവിതം, അത് ദൈവം കൂടെയുള്ള ഒരു വ്യക്തിയുടെ ജീവിതമാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ കണ്ട് ഇനിയുള്ള ഓരോ ആഴ്ചയിലും അനേകരെ ഈ ധ്യാനമന്ദിരത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രേക്ഷിതരായി മാറാൻ, സുവിശേഷ വേല ചെയ്യുന്നവരായി മാറാൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ശക്തിപ്പെടുത്തുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം സമർത്ഥമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.